നമസ്കാരം. ഞാൻ ഇനി പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഒരുപക്ഷെ ദഹിക്കുന്നതായിരിക്കില്ല. പക്ഷെ അവർക്ക് ദഹിക്കുന്നത് തന്നെ പറയണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പറയാനുള്ളത് പറയണമല്ലോ. 2 വാട്സപ്പ് സന്ദേശങ്ങൾ ഇന്ന് കേട്ടു. സാധാരണ വാട്സപ്പ് സന്ദേശങ്ങൾ വലിയ ഒരു പ്രാധാന്യം കൊടുക്കുന്നവരല്ല നമ്മൾ. പക്ഷെ ചില വാട്സപ്പ് സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നതാണ്. അതിൽ ഒരു വാട്സപ്പ് സന്ദേശം എങ്ങനെയായിരിക്കണം നമ്മുടെ ഈ ദുരന്തത്തെ അതിജീവിക്കാൻ സർക്കാർ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ്. രണ്ടാമത്തെ വാട്സപ്പ് സന്ദേശം നമ്മൾ സാധാരണക്കാർ, നമ്മൾ മനുഷ്യർ എങ്ങനെയാണ് നമ്മുടെ സഹജീവികളെ കാണേണ്ടത് എന്നാണ്. ഈ 2 വാട്സപ്പ് സന്ദേശങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ ദുരന്തമുണ്ടായിട്ട്, വയനാട്ടിൽ ദുരന്തമുണ്ടായിട്ട് ഇപ്പൊ കുറെ ദിവസങ്ങളായി. നമ്മുടെ സർക്കാരാകട്ടെ ആ ദുരന്തത്തിലുണ്ടായി അതിൽ നിന്ന് രക്ഷപ്പെട്ട് കയറി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ആ കുറച്ചു പേർക്ക് എങ്ങനെയെങ്കിലും അവർക്കൊരു കിടക്കാൻ ഒരു ഇടമുണ്ടാക്കാനുള്ള ഒരു കാര്യം ഇതുവരെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എന്നാൽ 500ഓളം പേർക്കാണ് വീടുണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്, വീട് വേണ്ടതെന്ന് പറയുന്നുണ്ട്. 500, 1000, 2000 ആയാലും വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, സംഘടനകളുണ്ട്. അതായത് തയ്യാറാണ്. ഗവൺമെന്റ് ഒന്ന് ഓക്കെ മൂളി കഴിഞ്ഞാൽ വീട് വെച്ചു കൊടുക്കാൻ അവർ തയ്യാറാണ്. അതും നല്ല വീടുകൾ, നല്ല വാസയോഗ്യമായ നല്ല വീടുകൾ വെച്ചു കൊടുക്കാൻ തയ്യാറാണ്. അവർക്ക് താമസിക്കാനുള്ള സ്ഥലം ഒരുമിച്ചോ അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലായോ ഒന്ന് കണ്ടെത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് അവർ വെച്ചു കൊടുത്തോളൂ. അതാണ് അവർ പറയുന്നത്. പക്ഷെ അതൊരു കാലത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. സർക്കാർ സ്ഥലം എടുത്തു കൊടുത്തിട്ട് അവിടെ ഈ സ്വകാര്യ വ്യക്തികളോ സംഘടനകളോ ഈ പറഞ്ഞ ദുരിതബാധിതർക്ക് വീടുണ്ടാക്കി കൊടുക്കും എന്ന് ആരും കരുതേണ്ടതില്ല. കാരണം സർക്കാർ കണ്ടെത്തുന്ന ഭൂമി അതിന്റെ ചുവപ്പ് നാടേ. ഇവർക്ക് ഭൂമി കണ്ടെത്താൻ കുറെ പണിയുണ്ടാവും, അവർക്ക് കിട്ടാൻ കുറെ പണിയുണ്ടാവും. കിട്ടില്ല. ഓരോരോ ചുവപ്പ് നാടകൾ കൊണ്ട് ഇങ്ങനെ വരും അവരുടെ ഉദ്യോഗസ്ഥർ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അധികാരമേറ്റ ഉടനെ സംസാരിച്ച വളരെ ജനകീയമായ ഒരു പ്രസ്താവനയുണ്ട്. ഓരോ ഫയലും ഓരോ ജീവിതമാണ്. ആ ഫയലുകളുടെ ചുവപ്പ് നാടകൾ ഓരോ ജീവിതത്തെയാണ് കെട്ടിയിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാരിന്റെ കാലത്ത് അത്തരത്തിലുള്ള ചുവപ്പ് നാടകൾ ഉണ്ടാകാൻ അനുവദിക്കില്ല എന്ന് വളരെ പ്രതീക്ഷയോടെ കേരളം കേട്ട ഒരു കാര്യമായിരുന്നു അത്. ആ പ്രതീക്ഷകൾ പക്ഷെ ആ പ്രസ്താവനയിൽ തന്നെ ഒതുങ്ങിപ്പോയി. വീണ്ടും കുരുടി കഥകു തുറ എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടി കുരുങ്ങിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിക്ക് നവകേരള സദസ്സ് എന്ന പരിപാടിയും കൊണ്ട് ഇറങ്ങേണ്ടി വന്നത്. ഫയൽ കൃത്യമായിട്ട് നീങ്ങാത്തത് കൊണ്ട്. അതേ മുഖ്യമന്ത്രി തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വർഷങ്ങൾ ശേഷം ഇറങ്ങിയത് എന്നതാണ് വിരോധാഭാസം. എന്താ, കഴിവില്ല, കഴിവുകേട് എന്നേ പറയാനുള്ളൂ. അതവിടെ നിൽക്കട്ടെ. കഴിവുകേടും അളക്കാനുള്ള ഒരു സമയമല്ലല്ലോ ഇത്. ഏതായാലും വയനാട്ടിൽ താമസിക്കുന്നവർക്ക് ഈ ചുവപ്പ് നാടകളെല്ലാം കഴിഞ്ഞ് വീട് കിട്ടാൻ സാധ്യത ഇല്ല. അപ്പൊ പിന്നെ സർക്കാരിന് ചുവപ്പ് നാടകൾ ഒഴിവാക്കി വേഗം കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗമുണ്ട്. ആ മാർഗം ആണ് നമ്മുടെ ആദ്യത്തെ വോയിസ് മെസ്സേജ്. ഒന്ന് കേട്ടു. ഏകദേശം 500 വീടുകളാണ് ഈ ഉരുൾപൊട്ടലിൽ തകർന്നു പോയേക്കണത്. ഇത് കൃത്യമായിട്ട് കണക്കെടുത്തിട്ട് ഓരോ വീട്ടുകാർക്കും ഒരു 50 ലക്ഷം രൂപ ക്യാഷായിട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ 48 മണിക്കൂറും കൊണ്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കി അവൻ അടുത്ത സംവിധാനം ചെയ്തോളും. ഈ ഗവൺമെൻറ്റിൻ്റെ മിഷനറി ഒന്നും ഇനി ചലിക്കേണ്ട കാര്യമില്ല. ഇതല്ലേ സത്യത്തിൽ ചെയ്യേണ്ടത്. 50 ലക്ഷം രൂപ വെച്ച് 500 വീട്ടുകാർക്ക് കൊടുക്കാൻ 250 കോടി രൂപ മതി. 1650 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ കിടപ്പുണ്ട്. അത് പഴയ പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെ ഒക്കെ പൈസ കിടപ്പുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഒരു 150 കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഇനി സർക്കാർ ഉദ്യോഗസ്ഥരുടെ 5 ദിവസത്തെ സാലറി ചലഞ്ച്, അതും കോടികൾ കിട്ടും. ഇതിന് ഈ 250 കോടി രൂപ ഈ ജനത്തിന് കൊടുത്താൽ ജനത്തിന് സന്തോഷമാവും. അവർ എവിടെയെങ്കിലും മാറി ആദ്യം താമസിച്ച് അവരൊരു 4-5 സെൻറ്റ് സ്ഥലം മേടിച്ച് 2-3 അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ അവർ സെറ്റിൽഡ് ആയിക്കോളൂന്നേ. അത് ചെയ്യാത്തതിന് പകരം ഇനി ഇതിൻ്റെ പ്രൊജക്റ്റും തയ്യാറാക്കി ഇവരെ മാറ്റി ഒരു വീട് കിട്ടിയെങ്കിൽ പറയാൻ കിട്ടിയെന്ന് ഒരു 450 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും പണിത് കൊടുക്കും. ഇവരെ നരകിക്ക് വിട്ട്. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാനും ഇല്ലാവൂ. നമുക്ക് ഈ ബുദ്ധി വരുന്നുണ്ട്. ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഈ ബുദ്ധി എന്താണോ വരാത്ത രാഷ്ട്രീയക്കാർക്കൊക്കെ. എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഒരു 50 ലക്ഷം രൂപ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ വീട് വാങ്ങേ എന്തെങ്കിലും ചെയ്തോളും. അവർ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീട് അവർ ഉണ്ടാക്കിക്കോളും. ഒരു ചെറിയ വീടുണ്ടാക്കിയിട്ട് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി ഒരു ചെറിയൊരു വീടും വെച്ച് ബാക്കിയുള്ളത് കച്ചവടത്തിനോ ഉപജീവനത്തിനോ അവർ ഉപയോഗിച്ചോളും. അവരെന്ത് ഉപയോഗിക്കുന്നത് നോക്കണ്ട.
അവർക്ക് 50 ലക്ഷം രൂപ അനുവദിക്കുക, അവരുടെ അക്കൗണ്ട് കൊടുക്കുക, അവരോട് നിങ്ങൾ വേണ്ട വെച്ചാൽ ചെയ്തോളാൻ പറയാം. അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത്, അവരുടെ കുടുംബമുള്ളിടത്ത്, കൂട്ടുകാരുള്ളിടത്ത്, എവിടെ സൗകര്യം എന്ന് വെച്ചാൽ അവിടെ അവർ വീട് വെച്ച് താമസിച്ചോളും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സ്ഥലം വാങ്ങാനായിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അവരുടെ അക്കൗണ്ടിലേക്ക്. അവർ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിക്കോട്ടെ. അവർ വാങ്ങുന്ന സ്ഥലത്ത് ഇപ്പൊ ഈ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരാരെങ്കിലും ഈ ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് അവർ വീട് വെച്ച് താക്കോല് കൊടുത്തോളും. നല്ല വീട്, അടച്ചുറപ്പുള്ള, നല്ല വൃത്തിയും ഭംഗിയുമുള്ള നല്ല വീട് അവരുണ്ടാക്കി കൊടുത്തോളും. നല്ല ഉറപ്പുള്ള വീട്. സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന 450 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ കഥ നമുക്കറിയാലോ. കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ചോർന്നൊലിക്കാൻ തുടങ്ങി. ടാർപോളിനിട്ട് മൂടിയിട്ടും ചോർച്ച തീരുന്നില്ല. അമ്മാതിരി ഒരു ഉറപ്പില്ലാതെ ആ വീട്ടിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ആ സുരക്ഷിതത്വം വേറെ നോക്കണം. അതായത് സുരക്ഷിതമായ ഒരു വീട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ പണിത് കൊടുത്ത ആ വീട് ഒരു പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷമാണ് എല്ലാം കൂടെ പൊളിഞ്ഞ് തലയിൽ കൂടെ വീഴുക എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് ദുരന്തത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ജനവിഭാഗത്തെ ദുരന്തത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റാൻ എന്ന വ്യാജേന കൂടുതൽ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സർക്കാർ നടപടിയായി ആ വീടുകൾ മാറി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നിലവിലുള്ള ഈ ആൾക്കാരെ, നല്ല സാഹചര്യത്തിൽ ജീവിച്ചു വന്നിരുന്നവർ, അവർ ഈ പ്രകൃതിയുടെ ഈ ഒരു താണ്ഡവം കാരണം തെരുവിലായി പോയവർ, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവർ, അവർ അതേ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒന്നുകൂടി മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കട്ടെ. അത് നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അപ്പോൾ അവർക്ക് സ്ഥലം വാങ്ങാനുള്ള കുറച്ച് പണം അവരുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തിട്ട്, ഇനി അഥവാ 2-3 ലക്ഷം രൂപ ചിലപ്പോൾ ലോൺ ഉണ്ടാവും, ആ ലോണുകളൊന്നും എഴുതി തള്ളിയിട്ടോ അല്ലെങ്കിൽ ആ പണം കൂടി ഇട്ട് കൊടുത്തോണ്ടോ അവരെ ഒഴിവാക്കുക. സ്വാഭാവികമായും അവർ സ്ഥലം വാങ്ങുമ്പോൾ മറ്റ് ആൾക്കാർ വന്ന് വീട് വെച്ച് അവർ അതിൽ താമസിച്ചോളും. വീട് വെച്ച് കൊടുക്കും, അവരതിൽ താമസിച്ചോളും. അതാണ് ഒരു സൊല്യൂഷൻ. നടക്കുന്ന കാര്യം അതാണ്, നടത്തേണ്ടതും അതാണ്. അല്ലാതെ ഇതിൽ നിന്ന് ആൾക്കാർ തെരഞ്ഞെടുത്തിട്ട് പിന്നെ അവർക്ക് സ്ഥലം, സർക്കാർ വക സ്ഥലം കണ്ടെത്തി കൊടുത്ത് പിന്നെ വീടും ഉണ്ടാക്കി കൊടുത്താൽ അതൊന്നും നടക്കൂല. കിയാമത്ത് നാൾ 1-ാം തീയതി ആയാലും നടക്കൂല. കാരണം കഴിഞ്ഞ പുത്തുമല കവളപ്പാറ പുത്തുമല അപകടത്തിൽപ്പെട്ട പലർക്കും ഇപ്പോഴും നഷ്ടപരിഹാരം പോലും കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ കുറച്ചു പേർക്ക് വീട് കിട്ടി, പക്ഷേ സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കിട്ടാത്ത ഒത്തിരി പേരുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതാണ് നിലവിലുള്ള അവസ്ഥ, ചുവപ്പ് നാടകളുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം നമുക്ക് മറക്കാം. ഈ രീതിയിൽ സർക്കാർ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും മറ്റ് സംഘടനകളും ഒക്കെ ഡിവൈഎഫ്ഐ അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളൊക്കെ നോക്കിക്കോളും, അവർ വീട് വെച്ച് കൊടുത്തോളും. ഓക്കെ. ഇനി രണ്ടാമത് ദൈവത്തിന്റെ സന്ദേശം, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞാൻ എന്റെ വൈഫും എന്റെ കുഞ്ഞും ഫിസിക്കലി ഇതാണ്. എന്റെ കുഞ്ഞൊരു MR ആണ്. എന്റെ വൈഫ് ഒരു സാക്ഷിയില്ലാത്ത സ്ത്രീയാണ്. ഞാനിപ്പോ ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കണ്ടുവന്നപ്പോ എനിക്ക് തോന്നി എന്നാൽ എന്ത് കൊടുക്കാൻ നോക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ട് മുകളിൽ, ഈ പ്ലോട്ടിന്റെ തന്നെ തൊട്ട് മുകളിൽ ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. വേണമെങ്കിൽ വീടും കൂടെ ഇല്ലാത്ത 2 കുടുംബത്തിന് അവിടെ കുടുംബമായിട്ട് വെച്ച് താമസിക്കാം, വീട് വെച്ച് താമസിക്കാം. അതുവരെ അവർ ആ വീട് വെക്കുന്ന സമയം വരെ അവർക്ക് വേണമെങ്കിൽ അവർക്ക് നല്ല മനസ്സോടുകൂടി എന്റെ ഭവനത്തില് അതിന്റെ ഇല്ലായ്മയിലും ഉള്ള അവസ്ഥയിലും എന്റെ ഒപ്പം കഴിയും. അവർക്കൊരു വീട് അവിടെ ഞാൻ കൊടുക്കുന്ന തറയിലൊരു വീടാകുന്നവരെ. നമ്മളെപ്പോഴും പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ഏത് ദൈവമാണ് കൊണ്ടുവന്ന് തരുന്നത് എന്നാണ്. ദൈവം നേരിട്ടിറങ്ങി ഇവിടെ ആർക്കും ഒന്നും കൊണ്ട് തരുന്നില്ല, അങ്ങനെ തന്ന ചരിത്രമൊന്നുമില്ല. പക്ഷെ ഇതുപോലെ ചില മനുഷ്യന്മാർ ദൈവമായിട്ട് അവതരിക്കും. അങ്ങനെയാണ് അവരിലൂടെയാണ് നമ്മൾ മനുഷ്യൻ ആരാണെന്ന് പഠിക്കുന്നത്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തന്നെ മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. ആ നിലയിൽ അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സുഖമില്ല, മക്കൾക്ക് സുഖമില്ല. അങ്ങനെയുള്ള ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വത്ത്, അദ്ദേഹത്തിന്റെ വീടിന് മേലെ കിടക്കുന്ന 10 സെന്റ് ഭൂമി 2 വ്യക്തികൾക്കായിട്ട് വിധിച്ചു കൊടുക്കാമെന്നും അവിടെ 2 വീട് വെച്ചിട്ട് മറ്റുള്ളവർ അവർ താമസിക്കട്ടെ എന്നാണ് പറയുന്നത്. 2 കാര്യങ്ങളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതോടെ തങ്ങളെ സ്നേഹിക്കുന്ന, തങ്ങളെ ചേർത്ത് പിടിക്കുന്ന 2 വീട്ടുകാരെ കിട്ടുമല്ലോ, 2 കൂട്ടുകാരെ കിട്ടുമല്ലോ. അത് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകണം. പിന്നെ ഒന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ക്യാമ്പിൽ കിടന്ന് നരയിക്കണ്ട, ആ 2 കൂട്ടർ നേരെ ഇങ്ങോട്ട് പോന്നാൽ ഇവിടെ എന്നോടൊപ്പം ആ വീട് പണി പൂർത്തിയാകുന്നത് വരെ എന്റെ വീട്ടിലുള്ള ചമ്മന്തിയും ചോറും ഉണക്കമീനും കഴിച്ചുകൊണ്ട് നമുക്കിവിടെ കഴിയാം. സ്നേഹത്തോടെ നിങ്ങളിവിടെ നിന്നാൽ മതി, അതിനും ഞാൻ തയ്യാറെന്ന്. അതാണ് ദൈവത്തിന്റെ വചനങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. അപ്പൊ ഇത് മനുഷ്യൻ എന്താകണം, എങ്ങനെയാണ് മനുഷ്യ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നൊക്കെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ്. മനുഷ്യനാകണം എന്നുള്ളൊരു പാട്ട് കേട്ടിട്ടില്ലേ? ആ പാട്ട് ഇവിടെയാണ് അർത്ഥമാകുന്നത്. അല്ലാതെ ചുവപ്പ് നാടകൾ ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യനാകണം എന്ന് പാടിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ എന്താ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട്
കൂടുതൽ തലവേദനകളിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടോളും. അത് തന്നെയാണ് അതിന്റെ ഒരു നന്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നന്മയിൽ സർക്കാരും കൂടി പങ്കാളിയാകുക. സർക്കാർ വാശി എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോടതികൾ അടിച്ചു മാറ്റാൻ വേണ്ടി ഒരു ഗുണമില്ലാത്ത വാസയോഗ്യമല്ലാത്ത വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് നാട്ടുകാരുടെ കൂടെ ഒരു ശാപം വിളിച്ചു വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് കാര്യമില്ല. നല്ല വീട്ടിൽ നേരത്തെ അവർ വസിച്ചിരുന്ന ആ ഭവനത്തെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യത്തിൽ അവർ ജീവിക്കട്ടെ. അത് തന്നെയല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്.